മഹി വി രാഘവേദി സംവിധാനം ചെയ്ത് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തിയ പൊളിറ്റിക്കൽ ഡ്രാമ ചിത്രമാണ് യാത്ര. മമ്മൂട്ടിയെ കൂടാതെ ജഗപതി ബാബു, സുധീർ ബാബു, സുഹാസിനി, റാവു രമേശ്, അനസൂയ ഭാർദ്വാജ്, സച്ചിൻ ഖെദേക്കർ എന്നിവർ മറ്റ് കഥാപാത്രമായി ഈ സിനിമയിൽ എത്തുന്നുണ്ട്. വിജയ് ചില്ല, ശശിദേവി റെഡ്ഡി എന്നിവരാണ് ഈ ചിത്രം നിർമ്മിച്ചത്. കെ ആണ് സിനിമയ്ക്ക് വേണ്ടി സംഗീതം നൽകിയിരിക്കുന്നത്. സത്യൻ സൂര്യന്റെയാണ് സിനിമാറ്റോഗ്രാഫി. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന YS രാജശേഖർ റെഡ്ഡിയുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. 2004 മുതൽ 2009 വരെയായിരുന്നു YS രാജശേഖർ റെഡ്ഡി ആന്ധ്രാപ്രദേശ് ഭരിച്ചത്. സെപ്റ്റംബർ 2, 2009 അദ്ദേഹം എല്ലാവരെയും വിട്ടുപിരിഞ്ഞു പോയി. അപ്പോൾ അദ്ദേഹത്തിന് 60 വയസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതകഥയാണ് ഈ സിനിമ പറയുന്നത്. കൂടാതെ മമ്മൂട്ടി ആരാധകർ ഏറെ നാളായി കാത്തിരുന്നൊരു ചിത്രം കൂടിയാണ് യാത്ര. തകർപ്പൻ റെസ്പോൺസാണ് യാത്ര സിനിമയ്ക്ക് വേൾഡ് വൈഡിനായി ലഭിക്കുന്നത്. ആദ്യ ദിവസം സിനിമ മാസ് കളക്ഷനായിരുന്നു വേൾഡ് വൈഡിനായി സ്വന്തമാക്കിയത്. 10 കോടിയുടെ അടുത്തോളമായിരുന്നു യാത്രാ സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡിനായി വാരിക്കൂട്ടിയത്. നല്ല അഭിപ്രായം തന്നെയാണ് പ്രേക്ഷകർ ഈ സിനിമയെക്കുറിച്ച് പറയുന്നത്. കൂടാതെ തെന്നിന്ത്യയിൽ മൊത്തം ഹൈപ്പുണ്ടാക്കിയ ചിത്രം കൂടിയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ യാത്ര. ഒത്തിരി വർഷത്തിന് ശേഷം മമ്മൂട്ടി അഭിനയിക്കുന്ന തെലുങ്ക് ചിത്രം എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. സിനിമയിൽ വലിയ പ്രതീക്ഷ തന്നെ ഉണ്ട് അണിയറ പ്രവർത്തകർക്ക്. അത്രയ്ക്കും മികച്ച റെസ്പോൺസ് തന്നെയാണ് സിനിമയ്ക്ക് വേൾഡ് വൈഡിനായി ലഭിക്കുന്നത്. രണ്ടാം ദിവസം 12.85 കോടി രൂപയായിരുന്നു സിനിമയ്ക്ക് വേൾഡ് വൈഡിനായി കിട്ടിയത്. മമ്മൂട്ടിയുടെ ആദ്യ 100 കോടി ചിത്രമാകുമോ യാത്ര എന്ന സിനിമ എന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ യാത്രാ സിനിമയുടെ കളക്ഷൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ സിനിമ 3 ആഴ്ച കൊണ്ട് 100 കോടി ക്ലബിൽ കയറുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. കാരണം സിനിമ വേൾഡ് വൈഡായാണ് റിലീസ് ചെയ്തത്. കൂടാതെ അമേരിക്കയിൽ നിന്നും സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് തന്നെയാണ് ലഭിക്കുന്നത്. അമേരിക്കയിലെ സിയാറ്റോയിൽ 4.4 ലക്ഷത്തിനാണ് ആദ്യ ഷോയുടെ ആദ്യ ടിക്കറ്റ് ലേലത്തിൽ വിറ്റുപോയത്. ഈ സിനിമയുടെ ഒരു ടിക്കറ്റിന് 4.4 ലക്ഷം രൂപയാണ് ലഭിച്ചത്. അത്രയ്ക്കും ഹൈപ്പുണ്ടാക്കിയ സിനിമയാണ് യാത്ര. ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും എല്ലാ തിയേറ്ററുകളിലും സിനിമയ്ക്ക് വമ്പൻ റെസ്പോൺസ് തന്നെയാണ് കിട്ടുന്നത്. കൂടാതെ കേരളത്തിലും തമിഴ്നാട്ടിലും സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് തന്നെ കിട്ടുന്നുണ്ട്. സിനിമ 100 കോടി ക്ലബിൽ കയറുമെന്ന് അണിയറ പ്രവർത്തകർക്ക് നല്ല വിശ്വാസമുണ്ട്. യാത്രാ സിനിമ എത്രയും പെട്ടെന്ന് തന്നെ 100 കോടി ക്ലബിൽ ഇടം പിടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ തന്നെ കൂടുതൽ സിനിമ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് കൂടുതൽ ഞങ്ങളുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മലയാളീസ് ചോയ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. സൈനിങ് ഔട്ട്.